ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയിൽ അകപ്പെട്ട് മരിച്ച അർജുന്റെ കുടുംബം അതീവ ഗൗരവമുള്ള ആരോപണങ്ങളുമായി ഇന്ന് രംഗത്തെത്തി. ലോറി ഉടമ മനാഫ് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന് കുടുംബം ആരോപിച്ചു. കുടുംബത്തിന് ഒരു പൈസയും ആവശ്യമില്ല. ഈശ്വർ മാൽപ്പയും മനാഫും ഷിരൂരിൽ നാടകം കളിച്ചെന്നും കുടുംബം ആരോപിച്ചു. പണം പിരിച്ചെന്ന് തെളിയിച്ചാൽ മാനാഞ്ചിറയിൽ വന്ന് ആളുകൾ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്നും മനാഫ് പ്രതികരിച്ചു. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത ലീഡ് സ്റ്റോറി. സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാരംഭിച്ച വാർത്താ സമ്മേളനത്തിലാണ് ലോറി ഡ്രൈവർ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചത്. ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എന്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളുടെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിന് മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളത്. രണ്ടാം ഘട്ട തെരച്ചിൽ മുതൽ ലോറി ഡ്രൈവർ മനാഫ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. വൈകാരികത വിറ്റ് പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. കൂടാതെ പല കോണിൽ നിന്നും ഫണ്ട് ശേഖരണം നടത്തുന്നതായും മനാഫും ആക്ഷൻ കമ്മിറ്റിയും ഇതിൽ നിന്ന് പിന്മാറണമെന്നും കുടുംബം പറഞ്ഞു. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. അതിനിടെ ആരോപണം നിഷേധിച്ച് ലോറി ഡ്രൈവർ മനാഫ് രംഗത്തെത്തി. അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. ഉള്ളടക്കം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണേ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അർജുന്റെ അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, ഭർത്താവ് ജിതിൻ, മറ്റൊരു സഹോദരി അഭിരാമി, സഹോദരൻ ജിതിൻ എന്നിവരാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. 24 കോഴിക്കോട്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന CPIയുടെ ആവശ്യം മുഖ്യമന്ത്രി വീണ്ടും തള്ളി. ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചത്. DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. ADGPയെ മാറ്റാത്തത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ രാവിലെ പ്രതികരിച്ചു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തിയത്. AKG സെന്ററിൽ നടന്ന ചർച്ചയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തു. നടപടി അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന CPIയുടെ നേതൃയോഗം നാളെ ചേരും. DGPയുടെ റിപ്പോർട്ടിൽ ADGP പ്രതിസ്ഥാനത്തായിരിക്കുമോ, ADGPയെ മുഖ്യമന്ത്രി കൈവിടുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ. അതേസമയം അന്വേഷണം നാടകമായിരുന്നുവെന്നും മൊഴിയെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ മടക്കി അയച്ചെന്നും PV അൻവർ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു വിഷയം. വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് LDFിലെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുകയാണ്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ അയാൾ എത്ര ഉന്നതനാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ഞങ്ങൾ മാത്രമല്ല RJDയുടെ പ്രതിനിധികൾ പറഞ്ഞു, CPIയുടെ പ്രതിനിധികൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനോട് അന്ന് മുഖ്യമന്ത്രി യോജിച്ചില്ല. മുഖ്യമന്ത്രി അതിനോട് യോജിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അന്നും ഇന്നും ഞങ്ങൾ വിചാരിക്കുന്നു. വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും. ജയിൽ മേധാവി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത്. അജിത് കുമാറിന് പകരക്കാരനായി ക്രമസമാധാന പാലനത്തിലേക്ക് ആദ്യ പരിഗണന
ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനും രണ്ടാം പരിഗണന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കുമാണ്. സീനിയറായ ഒരാളെ വേണമെന്ന് കരുതിയാൽ മനോജ് എബ്രഹാമിനെയും പരിഗണിക്കും. അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ ADGP നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അഭിമുഖ വിവാദം PR ഏജൻസിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള സർക്കാർ നീക്കം പാളി. ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം എന്ന് വ്യക്തമായി. കൂടിക്കാഴ്ചയിൽ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നുവെന്ന് PR ഏജൻസി ജീവനക്കാരി 24നോട് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് മകനോടോ മുഖ്യമന്ത്രിയോടോ ചോദിക്കണമെന്നായിരുന്നു TK ദേവകുമാറിന്റെ പ്രതികരണം. പാൻ ഇന്ത്യൻ PR ഏജൻസി വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തിന് അഭിമുഖം നൽകിയെന്ന ചോദ്യം രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മലപ്പുറം വിവാദം ഒതുക്കാൻ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് തിരിഞ്ഞുകൊത്തി. കെയ്സൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയതെന്നും ഏജൻസിയുടെ 2 പ്രതിനിധികൾ അഭിമുഖ സമയം ഒപ്പമുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിവരമെന്ന നിലയ്ക്ക് ഇവരാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നും ഹിന്ദു പത്രാധിപർ വിശദീകരിച്ചു. ഏജൻസിയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരാൾ CEO വിനീത് ഹാണ്ടയാണ്. രണ്ടാമൻ കമ്പനി തന്നെ വിശദീകരിക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സുബ്രഹ്മണ്യമാണെന്ന്. ആരാണ് ഈ സുബ്രഹ്മണ്യം? വിവാദ അഭിമുഖം നടന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം മുറിക്കുള്ളിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യം CPIMന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം അഥവാ സുബ്ബുദേവാണ്. 2023 വരെ സുബ്രഹ്മണ്യം മറ്റൊരു PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സീനിയർ മാനേജറാണ്. അഭിമുഖ സമയത്തെ സാന്നിധ്യം നിഷേധിക്കാതിരുന്ന സുബ്രഹ്മണ്യം കെയ്സൺ ഗ്ലോബലുമായി തനിക്ക് ബന്ധമില്ലെന്ന് വിശദീകരിച്ചു. തന്നെ വിവാദങ്ങളിൽ വലിച്ചിഴക്കരുതെന്ന് മുൻ MLA TK ദേവകുമാറും പ്രതികരിച്ചു. വിവാദ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടലിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഷെഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്ക് BJP RSS ബന്ധമെന്ന ആരോപണത്തെ സാധൂകരിക്കാൻ പ്രതിപക്ഷത്തിനും PV അൻവറിനും വീണ് കിട്ടിയ പുതിയ ആയുധമാണ് PR ഏജൻസി വിവാദം. മുഖ്യമന്ത്രി എന്തിന് BJPയെ സഹായിക്കുന്ന PR ഏജൻസിയെ സമീപിച്ചെന്ന ചോദ്യം സർക്കാരിനെ പൊള്ളിക്കുന്നതാണ്. ഇടത് നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഹിന്ദു പത്രം തന്നെ അതിനായി തെരഞ്ഞെടുത്തത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം തയ്യാറാക്കിയ കെയ്സൺ എന്ന PR ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിംഗ് BJPക്കായി പ്രവർത്തിക്കുന്നവരെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആ ചരിത്രം അറിയാതെയാണ് മുഖ്യമന്ത്രി സഹകരിച്ചതെന്ന ന്യായം നിരത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയില്ല. അത് മുന്നിൽ കണ്ടാണ് PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത്. സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ നറേറ്റീവാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മഹാരാഷ്ട്രയിൽ BJPക്ക് വേണ്ടി കേസൻ പ്രവർത്തിച്ചെന്ന് സംസ്ഥാനത്തിന് ചുമതലയുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ പിന്തുണയ്ക്കാൻ വിരലിലെണ്ണാവുന്ന മന്ത്രിമാരും നേതാക്കളും മാത്രമേ രംഗത്ത് വരാറുള്ളൂ. PR വിവാദത്തിൽ ഇന്ന് ആദ്യം രംഗത്ത് വന്നതും പതിവ് മുഖങ്ങൾ തന്നെ. അതിന്റെ പേരിൽ വരാൻ സാധ്യതയുള്ള വ്യാഖ്യാനത്തെ തള്ളുന്നെന്ന് പറഞ്ഞ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അനിഷ്ടം പരസ്യമാക്കി. പല വ്യാഖ്യാനം നൽകി, എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIMനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും, പറഞ്ഞു തന്നെ പോകും. കൂടുതൽ മന്ത്രിമാരും നേതാക്കളും പ്രതികരിക്കുമെന്ന് റിയാസ് കടത്തിപ്പറഞ്ഞതോടെ മന്ത്രിമാരുടെ നിര തന്നെ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള മത്സരമായി. കോഴിക്കോട്ടെ ഇന്നലത്തെ സമ്മേളനത്തിൽ വിഷയം പരാമർശിച്ച മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ പൊതുപരിപാടിയിൽ മൗനം. കേസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിപ്പറയുമോ അതോ ഇന്നലത്തെ വിശദീകരണത്തിൽ വിഷയം അവസാനിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വിവാദ വിഷയങ്ങളിൽ സർക്കാരിന് നിയമസഭയിലും ഒളിച്ചോട്ടമെന്ന് പ്രതിപക്ഷം. മന്ത്രിമാർ നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ ലിസ്റ്റ് മാറ്റിയെന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉയർത്തിയത്. നേരിട്ട് മറുപടി പറയേണ്ടാത്ത പട്ടികയിലേക്കാണ് ചോദ്യങ്ങൾ മാറ്റിയത്. ലിസ്റ്റ് മാറ്റിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. 4-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലേക്കുള്ള ചോദ്യങ്ങളെ ചൊല്ലിയാണ് പുതിയ വിവാദം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിമാരോ മറുപടി പറയണം. ഇതൊഴിവാക്കാനായി വിവാദ വിഷയങ്ങളിലെ ചോദ്യങ്ങളിൽ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കലിലെ വിവിധ ചോദ്യങ്ങൾ,
പോലീസിലെ ക്രിമിനൽ വൽക്കരണം, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം തുടങ്ങിയ ചോദ്യങ്ങളിലാണ് നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയത്. നേരിട്ട് മറുപടി പറയേണ്ടാത്ത പട്ടികയിലേക്കാണ് ചോദ്യങ്ങൾ മാറ്റിയത്. 49 നോട്ടീസുകളുടെ ലിസ്റ്റ് മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച വിവിധ വിഷയങ്ങളായിട്ടും സഭയിൽ ഉന്നയിക്കാനുള്ള പൊതുപ്രാധാന്യമില്ല, തദ്ദേശ പ്രാധാന്യം മാത്രമുള്ള ചോദ്യം സഭാതലത്തിൽ വിശദീകരിക്കേണ്ട നയപരമായ പ്രാധാന്യമില്ല തുടങ്ങിയ ന്യായീകരണമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റേത്. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ചോദ്യങ്ങൾക്ക് നക്ഷത്ര ചിഹ്നം അനുവദിക്കണമെന്നും സ്പീക്കർക്ക് നൽകിയ കത്തിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ മാർച്ചിനെ തുടർന്ന് ഡൽഹിയിൽ സംഘർഷാവസ്ഥ. രാജ്ഘട്ടിലേക്കുള്ള യാത്രയിൽ സോനം വാങ്ചുക്കിനെ പോലീസ് പലയിടത്തും തടഞ്ഞു. അനുയായികൾ രാജ്ഘട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഈ പ്രതിഷേധക്കാരെ മാറ്റാൻ കഴിയുമോ? അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നുണ്ടോ? എന്താണ് ഡൽഹി പോലീസിന്റെ തീരുമാനം? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സോനം വാങ്ചുങ്ങിനെ പോലീസ് ഈ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. തുടർന്നാണ് ഈ രാജ്ഘട്ടിലേക്ക് എത്തുവാനുള്ള തീരുമാനം അദ്ദേഹം സ്വീകരിക്കുന്നത്. അതിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം എത്തിയ പദയാത്രികർ രാജ്ഘട്ടിലേക്ക് എത്തിയിരുന്നു. ആദ്യം ഒരു സംഘം എത്തുകയും അവർ രാജ്ഘട്ടിനകത്തേക്ക് പോയി പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം അവർ പുറത്തേക്ക് വരികയുണ്ടായി. എന്നാൽ പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ പിരിഞ്ഞു പോയില്ല. അതിനെ തുടർന്നാണ് ഈ സോനം വാങ്ചുങ് വരുന്ന യാത്രാമധ്യേ പലയിടങ്ങളിലായി പോലീസ് അദ്ദേഹത്തിന്റെ വാഹനം നിർത്തിവെച്ചത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പ്രവർത്തകർ ഇവിടെ കാരണം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വാഹനം തടഞ്ഞത്. അതിനുശേഷം അല്പം മുൻപ് അദ്ദേഹം ഇപ്പോൾ ഈ രാജ്ഘട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പദയാത്രികർക്ക് അദ്ദേഹത്തോടൊപ്പം ഒപ്പമുണ്ടായിരുന്ന മറ്റ് പദയാത്രികർക്കൊപ്പമാണ് സോനം വാങ്ചുങ് ഇപ്പോൾ രാജ്ഘട്ടിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അകത്തേക്ക് പോയി ഗാന്ധി സ്മൃതി കുടീരത്തിൽ പ്രാർത്ഥന നടത്തും. അതിനുശേഷം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു തയ്യാറെടുപ്പ് അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗത്തെയും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ഈ രാജ്ഘട്ടിന് മുൻപിൽ വിന്യസിച്ചിട്ടുണ്ട്. ബാരിക്കേഡുകൾ പോലീസിന്റെ സംഘം ഇവിടെ അങ്ങനെയുള്ള ഒരു നീക്കം കൂടി. സോനം വാങ്ചുക്കിനെ പോലീസ് പലയിടത്തും തടയുന്നുണ്ട്. അനുയായികൾ രാജ്ഘട്ടിൽ തുടരുകയാണ്. പിരിഞ്ഞു പോകണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തൽക്കാലം പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ പ്രതിഷേധക്കാർ രാജ്ഘട്ടിന് മുന്നിൽ തുടരുകയാണ്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച PV അൻവർ MLA അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് അൻവറിന്റെ തീരുമാനം. അൻവറിനോടുള്ള നിലപാട് UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പിന്തുണയ്ക്കുന്നവർ തന്നെ തള്ളിപ്പറയുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. ഈ ഞായറാഴ്ച 1 ലക്ഷം ആളുകളെ മഞ്ചേരിയിലെ വിശദീകരണ യോഗത്തിലെത്തിച്ച് ശക്തി തെളിയിക്കാനാണ് നീക്കം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇനി പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയാൽ അത് CPIM-ന് തലവേദനയാകും. സാമ്പാർ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണസമിതികളിൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാകില്ലെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. CPIM-ന്റെ പരീക്ഷണം ഏറ്റവും ബാധിച്ച ലീഗ് തന്നെ അൻവറിന്റെ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെ. അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. വർഗീയ ശക്തികളാണ് അൻവറിന്റെ പിന്നിലെന്ന പ്രചാരണത്തിൽ ഊന്നി പ്രതിരോധിക്കാനാണ് CPIM-ന്റെ ആലോചന. അൻവർ അണികളെ വൈകാരികമായി സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലും പാർട്ടി എടുക്കുന്നു. CPIM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര് അൻവറിന്റെ സ്ഥലമല്ല, നിലമ്പൂര് കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളതിന് കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല. ഞായറാഴ്ച അൻവർ ശക്തിപ്രകടനം നടത്തുന്നതിന് തൊട്ടടുത്ത ദിവസമാണ് A. വിജയരാഘവൻ പങ്കെടുക്കുന്ന യോഗം. അതോടെ മലപ്പുറത്തെ രാഷ്ട്രീയ പോരിന് വീറും വാശിയും കൂടും. 24 മലപ്പുറം. CPIM-നെതിരായ രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ PV അൻവറിനെ കൈവിട്ട് KT ജലീൽ. PV അൻവറിന്റെ പാർട്ടിയിലേക്കില്ലെന്നും
CPM-നോട് നന്ദികേട് കാണിക്കാനില്ലെന്നും KT ജലീൽ വ്യക്തമാക്കി. അതേസമയം പോലീസിനെതിരായ PV അൻവറിന്റെ ആരോപണങ്ങളിൽ KT ജലീൽ ശരിവെച്ചു. ഒക്ടോബർ 2-ന് ചിലത് വെളിപ്പെടുത്താനുണ്ടെന്ന മുഖവുരയോടെ ജലീൽ തീർത്ത പുകമറ ജലീൽ തന്നെ നീക്കി. പോലീസിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാത്രം ചില ശരികളുണ്ടെന്നും രാഷ്ട്രീയമായി വിയോജിക്കുന്നുവെന്നും KT ജലീൽ പറഞ്ഞു. CPM അനുഭാവിയായി അടിയുറച്ചു നിൽക്കും. ഒരു കാരണവശാലും PV അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIM-ന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. CPM ജില്ലാ സെക്രട്ടറി RSSകാരനെന്ന അൻവറിന്റെ ആരോപണം ശുദ്ധ അസംബന്ധം. എന്നാൽ അൻവറിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന അഭിപ്രായമില്ല. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി നിർബന്ധിച്ചാലും ഇനിയില്ല. രാജ്യസഭാ സീറ്റടക്കം ഒരു സ്ഥാനവും വേണ്ട. ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും എനിക്കിനി ഭാവിയിൽ വേണ്ട എന്നും പരസ്യമായിട്ട് എന്ത് നിർബന്ധിച്ചാലും വേണ്ട. ഒരു രാജ്യസഭയും വേണ്ട, MP-യും വേണ്ട, ഒന്നും വേണ്ട. അൻവറിനെ പ്രതിരോധിക്കാനായി ഇറങ്ങാൻ വൈകിയോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഇറങ്ങും. പിന്നെന്താ സംശയം? പാർട്ടി ആവശ്യപ്പെട്ടാൽ അൻവറിനെതിരെ പ്രചാരണത്തിനിറങ്ങുമെന്നും പ്രഖ്യാപിച്ചാണ് KT ജലീൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 24 മലപ്പുറം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താമഴ അവസാനിക്കുന്നു.